ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തേത് ഒരു ഇൻഡിപെൻഡൻസ് ഡേ വ്ളോഗാണ്. ഇപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഓഫായതുകൊണ്ട് ഞാനും മുൻഷരനും ഇവരെ കൊണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട്. പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ ഫ്ലാഗ് ഉയർത്തലും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രസംഗങ്ങളൊക്കെ കാണാമായിരുന്നു. അങ്ങനെ നമ്മൾ സ്കൂൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ആദിയുടെയും മിഹാൻ്റെയും സ്കൂൾ. ഇന്ന് ആദ്യമായിട്ടാണ് മിഹാൻ നല്ല ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോകുന്നത്. അല്ലെങ്കിൽ വല്ലാത്ത കരച്ചിലും ബഹളമൊക്കെ ആയിട്ടാണ് പോകാറുള്ളത്. സ്കൂളിൽ പോകുന്നത് തീരെ ഇഷ്ടമല്ല. അവനിപ്പോൾ LKG അംഗനവാടിയിലായിരുന്നപ്പോഴും സെയിം തന്നെയായിരുന്നു. പക്ഷെ അത് കുറച്ച് നേരം വൈകിട്ടേ പോകേണ്ടതുള്ളൂ. പക്ഷേ ഇത് 8:30 ആകുമ്പോഴേക്കും സ്കൂളിലെത്തണം. അപ്പോൾ എന്നും കരഞ്ഞിട്ടൊക്കെയാണ് സ്കൂളിൽ പോകുന്നത്. ഇന്നിപ്പോൾ അവൻ ഹാപ്പിയാണ്, കാരണം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോരാമെന്നുള്ളത് അവനോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞങ്ങളും ഇന്ന് വളരെ നേരത്തെയാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നോർമലി ഞങ്ങളെപ്പോഴും കുറച്ച് ലേറ്റായിട്ടാണ് എവിടെയും പോകാറുള്ളത്. പ്രത്യേകിച്ച് മക്കളൊക്കെ കൂടി ഒരുമിച്ച് പോകുന്ന സമയത്ത് എങ്ങനെയായാലും ലേറ്റ് ആവാറുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെയാണ്. അപ്പോൾ 8:30 നമ്മുടെ പ്രോഗ്രാം പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളൊരു 8:25 കൂടിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയ്ക്കുള്ള ചാൻസ് കാണുന്നുണ്ട്. കണ്ടാലറിയാമല്ലോ, നല്ല മഴക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ ഇവിടെ നടക്കുമോ ഇല്ലയെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇന്നത്തെ ദിവസം എല്ലാ കുട്ടികളും നല്ല ഹാപ്പിയാണ്. കാരണം ചോക്ലേറ്റും അതുപോലെ സ്വീറ്റ്സും ഒക്കെ കിട്ടുമെന്ന് അറിയാം. ഒപ്പം തന്നെ എത്രയും പെട്ടെന്ന് പാരൻസിൻ്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ളതും അവർക്കറിയാൻ തോന്നുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ വൈറ്റ് ഡ്രസ്സ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ പ്രോഗ്രാം തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത്. അവർ UKG ക്ലാസ്സിലുള്ള കുട്ടികളാണ്. അവർക്കിന്നൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇവരാണ് ആദിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവരും അവിടെ വന്നിട്ടുണ്ട്. ഇവരൊക്കെയാണ് ആദിയുടെ കൂട്ടുകാരായിട്ടുള്ളത്. ഇവരുടെ പേര് എപ്പോഴും ഇങ്ങനെ ക്ലാസ്സിൽ പറയുന്നത് കേൾക്കാം. ഇവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ഇവരുടെ കൂടെ ഇങ്ങനെ കളിച്ചു, അത് പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എപ്പോഴും ഇവരെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഹെലൻ, ജസ ജിജോ, മാലിയ, ആത്മീയ, ഡിയോ ബോസ്കോ, അങ്ങനെ കുറച്ച് പേരുടെ പേരാണ് മെയിനായിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാറുള്ളത്. പിന്നെ ഇവരെയൊക്കെ ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഇപ്പോൾ നടക്കില്ല, നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളെയും ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോവാണ്. അവിടെ കുറച്ച് ചെറിയ പ്രോഗ്രാംസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മഴയൊക്കെ തോരുമ്പോഴത്തേക്കും. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഓഡിറ്റോറിയത്തിലേക്ക് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ആദ്യം, അതുപോലെ തന്നെ മാലിയ, അങ്ങനെ ജസ ജിജോ അവരൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു ഗ്യാങ്ങാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അറിയാലോ, ഓരോ ഹൗസസിനനുസരിച്ചിട്ടാണ് ഇവരുടെ യൂണിഫോം വരുന്നത്. അപ്പോൾ സെയിം ക്ലാസ്സിലുള്ളവരാണെന്നുണ്ടെങ്കിലും ഹൗസസ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലൂ, യെല്ലോ, റെഡ്, ഗ്രീൻ അങ്ങനെ പല ഡിഫറെൻറ്റ് യൂണിഫോം ഉള്ളത്. ഇത് സ്പെഷ്യൽ യൂണിഫോമാണ് ഇവരുടേത്. ഇപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നതാണ്. ഷട്ടർ റൂമുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് വോളണ്ടിയേഴ്സിനൊക്കെ കാണാം. സ്റ്റേജിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഇവർ നിൽക്കുന്നത്. ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് നമ്മുടെ സ്കൂൾ ഡേയ്സ് ഒക്കെ ഓർമ്മ വരുന്നത്. ശരിക്കും അതൊക്കെ ഇപ്പോൾ മിസ്സാവുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ഇവിടെ വന്നിട്ടുണ്ട്. കുറേ കുട്ടികളതിനൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നല്ല ഭംഗിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. മിഹാൻ്റെ എൻട്രിയാണ് ഈ കാണുന്നത്. മിഹാൻ ക്ലാസ്സിൽ വെച്ച് കരഞ്ഞെന്ന് ഒരു മിസ്സ് പറഞ്ഞിരുന്നു. ഇത് മിഹാൻ്റെ ജൂലി മിസ്സ്. ഇപ്പോൾ നമ്മൾ അറിഞ്ഞു കുറച്ച് സ്റ്റുഡൻസിനെ കൊണ്ടുപോയിട്ട് ഫ്ലാഗ് ഹോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. മഴ ഒന്ന് തോർന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകുന്നതാണ്. ഇതാണ് മിഹുട്ടൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ, LKG ക്ലാസ്സിലെ കുട്ടികളാണ്. ഈ LKG UKG കുട്ടികൾക്ക് സ്പെഷ്യൽ യൂണിഫോം പർപ്പിൾ കളർ തന്നെയാണ്. അങ്ങനെ ഹൗസസ് ഒന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല തോന്നുന്നു. ഇത് സ്കൂളിലെ കുറച്ച് ടീച്ചേഴ്സാണ്. കുട്ടികളുടെ കുറേ നല്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു.
പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളെയൊക്കെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പാരൻസൊക്കെ വെയിറ്റ് ചെയ്യാണ്. ഈ സമയത്ത് ഞാൻ മോശാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നു. ശരിക്കും ഞാൻ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലാഗ് ഹോസ്റ്റിംഗ് ആണല്ലോ മെയിനായിട്ടുള്ളത്. അതൊക്കെ എൻ്റെ നിന്ന് റിമൂവായി പോയിരിക്കണം. ശരിക്കും എഡിറ്ററിലേക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് പോവില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷെ അതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും നല്ല വിഷമം തോന്നുന്നുണ്ട്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് മനസ്സിലാക്കുന്നത് ഇതൊക്കെ റിമൂവായി പോയിട്ടുണ്ട്, കറക്റ്റഡാണ് ഫയൽസ് എന്നൊക്കെ. ഇത് മിഹാനെ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവരെന്നെ ഫസ്റ്റ് വിടുമായിരുന്നു, LKG UKG കുട്ടികളെയൊക്കെ. പിന്നെ ഞങ്ങൾ ആദ്യമേ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മോനിഷേട്ടൻ വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അപ്പോൾ ആദ്യയുടെ ഫ്രണ്ട് കൊടുത്തതെന്ന് പറഞ്ഞിട്ടും കുറച്ച് ഗ്ലിറ്ററിങ്സൊക്കെ കാണിച്ചു തന്നു. മാലിയാണ് തോന്നുന്നു കൊടുത്തത്. ഇപ്പോഴും മഴ നിന്നിട്ടില്ല, മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ കുടയൊക്കെ പിടിച്ചിട്ട് പുറത്തേക്ക് പൊക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കുറേ ചോദിച്ചപ്പോൾ പിന്നെ ഞാനങ്ങ് പൊക്കോളാൻ പറഞ്ഞിട്ട് സമ്മതിച്ചു. അപ്പോൾ ചേച്ചി അനിയനും കൂടിയിട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. കുറച്ച് കുട്ടികൾ അവിടെ നിന്നിട്ട് മഴയത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ജോയിൻ ചെയ്യാനാണ് ഈ പോകുന്നത്. അങ്ങനെ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് സോക്സും അതുപോലെ വൈറ്റ് ഷൂ ഒക്കെയാണ്. അതിന് ഏത് കളറിൽ തിരിച്ച് കിട്ടുമെന്ന് അറിയില്ല. അങ്ങനെ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ശരിക്കും വിഷമം തോന്നുന്നുണ്ട്. കാരണം അത്രയും ആഗ്രഹിച്ചിട്ട് എടുത്തിട്ട വീഡിയോസാണ്. ഒരുപാട് വീഡിയോസ് അങ്ങനെ എടുത്തു. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു ചമ്മലുണ്ടാവുമല്ലോ അല്ലേ, ഈ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാനായിട്ട്. ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല. ഈവൻ ഫോട്ടോസ് പോലും എടുക്കാൻ എനിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അത്രയൊക്കെ ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്ത് അതിങ്ങനെ റിമൂവായി പോകുകയെന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് നല്ല വിഷമം തോന്നി. ഒരുപാട് നേരം നിന്ന് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ശരിക്കും കൈയൊക്കെ കഴച്ച് അത്രയും ബുദ്ധിമുട്ടിയിട്ട് എടുത്തതായിരുന്നു. ആ ഒരു ചമ്മലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് അങ്ങനെ എടുത്ത ഒരു വീഡിയോസാണ്. അതൊക്കെ റിമൂവായി പോയി എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഒരു വിഷമം. അപ്പോഴത്തേക്കും പിന്നെ മോനിഷേട്ടൻ വന്നു. അങ്ങനെ ഞാൻ അവരെ വിളിച്ചിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. ഇന്ന് മോർണിംഗിൽ വരുമ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റ്സും വാങ്ങാൻ ഇൻഡിപെൻഡൻസ് ഡേ അല്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള മാംഗോ ബാഗ്സിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെയാണ് അവിടുത്തെ ഓണർ എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫ്ലാഗിൻ്റെ സെയിം കളറിലൊക്കെ ഉള്ള തീമിൽ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ആ ഓണർ തന്നെയാണ് കൊടുക്കുന്നത്, ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നല്ല സന്തോഷം തോന്നി. ഞങ്ങൾ സ്വീറ്റ്സ് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് ഈ കേക്കും കൂടെ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷം തോന്നും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചു. പിന്നെ അതിനുശേഷം ഒന്നും കഴിക്കാത്തതുകൊണ്ട് അപ്പോൾ എന്തെങ്കിലും ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ്. പിള്ളേർക്ക് കൊടുക്കാതെ അല്ല പോകുന്നത്, പക്ഷേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ബൈ.